നമ്മളൊരു കൽപ്പകഞ്ചേരി നാട്ടുചന്തയിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ മേലങ്ങാടി ടൗണിലായിട്ട് ചന്തയിലേക്കാണ്ട് കിടക്കുന്ന ആ റോഡിൻ്റെ തുടക്ക ഭാഗത്തായിട്ട് 2-3 കച്ചവടമുണ്ട്. നല്ലൊരു മത്സ്യ കച്ചവടമുണ്ട്. എൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇവിടെ പൈനാപ്പിൾ ഉണ്ട്, ഇപ്പുറത്ത് പേരയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അവരായിട്ട് ഒരു അല്പസമയം ചിലത് സംസാരിക്കാനുണ്ട്. ആ കാഴ്ചയിലേക്കാണ് പോകുന്നത്. ആന്ധ്ര പേരക്കാണത്. ആന്ധ്ര പേരക്ക നല്ല മധുര. ആന്ധ്ര പേരക്ക നല്ല മധുരം ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എന്താണ് പേരക്കുന്നുണ്ട്, തിന്നോക്കട്ടെ. ആന്ധ്ര പേരക്ക. അല്ല, ഈ പേരക്ക ഇന്നത്തെ വില എന്താ? 2 കിലോ 100. 2 കിലോ 100. ഒരു ഔഷധം കൂടിയാണത്. ഔഷധം കൂടിയാണ്. കുട്ടികളുടെ വീരശല്യം, വയറുവേദന, ശോധന, ഒരുപാട് ഗുണമുള്ള സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഇല നമ്മുടെ വെള്ളം ചൂടാക്കി തിളപ്പിച്ച് സ്വല്പം ഉപ്പ് ചേർത്തിട്ട് 1/2 ഗ്ലാസ് വീതം കുടിച്ചാൽ പ്രമേഹം മാറി കിട്ടുന്ന പറയുന്നു. പാടില്ല. നാട്ടുവൈദ്യാണ് അല്ലേ? ഇങ്ങനെ ഒറ്റമൂലി എന്നൊക്കെ ഒരു കുഴപ്പമില്ല. അപ്പൊ കുണ്ടൂരാബു അല്ലേ? അങ്ങനെയാണ് നമ്മളെ പേര് അറിയപ്പെടുന്നത്. അപ്പൊ 2 കിലോ പേരൊക്കെയാണ് അന്ന് കൽപ്പഞ്ചേരി നാട്ടുചന്തയിൽ പ്രമാണിച്ചിട്ട് കൊടുക്കുന്നത് 100 രൂപക്ക്. അപ്പൊ 1 കിലോ 50 റുപ്യ നടത്താം. 1 കിലോ 50. അപ്പൊ നിങ്ങൾ പണ്ട് നിങ്ങൾ ആ മാമ്പറ ഡയലോഗ് ഉണ്ട്, അതൊക്കെ നഷ്ടപ്പെട്ടത് ഭയങ്കര നഷ്ടമായിട്ട് പലർക്കും ഭയങ്കര മിസ്സാവുന്നു. ഡയലോഗ് വേണം ഒന്നും കൂടി ആവർത്തിക്കാം. ഇപ്പുറത്ത് ഇവിടെ എന്താ പൈനാപ്പിൾ, കോട്ടയം പൈനാപ്പിൾ. ഇവിടെ 3 kg 100 രൂപ. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ അടുത്തായിട്ടുള്ളത് നാട്ടുചന്തയിൽ മറ്റൊരു കാഴ്ചയാണ്. ഇത് വെളിയിൽ ഇങ്ങനെ കാഴ്ച കണ്ടപ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ്. ഉള്ളിലത്തെ കാഴ്ചകളല്ല ഇതിലൂടെ വരുന്നത്. പൈനാപ്പിൾ. ഈ പൈനാപ്പിൾ ഏതാണ്? എങ്ങനെ? കോട്ടയം. കോട്ടയത്ത് നിന്ന് വരുന്ന പൈനാപ്പിൾ കേട്ടോ. അതെ. അപ്പോൾ അവിടെ എത്തി സജീവമായിട്ട് മധുരം നോക്കാൻ വേണ്ടി വന്നാണ്. കോട്ടയത്ത് നിന്ന് വരുന്ന പൈനാപ്പിൾ അല്ലേ? മൂവാറ്റുപുഴക്കല്ല പൈനാപ്പിൾ ഉണ്ടല്ലോ അല്ലേ? അവിടുത്തെ കൃഷി കണ്ടിട്ടുണ്ടല്ലേ യാത്രയിലൊക്കെ? നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ 3 കിലോ 100 രൂപ. മുസിയാകാ, ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ്? എത്ര വർഷമായി എന്ന് പറഞ്ഞേ? 35 കൊല്ലം. 35 വർഷമായിട്ട്. 35 വർഷമായിട്ട് നമ്മുടെ കടുങ്ങാത്തുണ്ടങ്ങാടിയിൽ ഉസയാൻ അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും. നല്ലൊരു കാലം പീഡി റൂമിലായിരുന്നു അല്ലേ? പഴയ പോസ്റ്റ് ഓഫീസിന് മുമ്പിലായിരുന്നല്ലേ നിങ്ങളല്ലേ? അതെ, പഴയ പോസ്റ്റ് ഓഫീസ് പുതിയ ആളുകൾക്ക് അറിയില്ല. പണ്ടാണ് പോസ്റ്റ് ഓഫീസ് മൂപ്പന്മാരായിരുന്നു. പിന്നെ ഇങ്ങോട്ട് മാറി ഇന്നത്തെ സാധനം വലിയ ചെമ്മീന് 450. പിന്നെ വെള്ള എന്താണ് ബത്തൽ 100 രൂപ കിലോ. ഇത് 120. നല്ല ഫ്രഷ് പലവകല്ലേ? ചെമ്മീന് ചെറുത് 200. അപ്പോൾ 200 രൂപ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ ഉസയാങ്ക സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. കൽപ്പഞ്ചേരി ചന്തയിൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല അല്ലേ? ഇനിയിപ്പോൾ അങ്ങനെ ഉള്ളിൽ പോയില്ലേ? അപ്പോൾ ആദ്യം ഇവിടെ ഇരിക്കും, പിന്നെ അങ്ങോട്ട് ഉള്ളിൽ കേരളമാണ്, ചന്തൻ്റെ ഉള്ളിൽ കേരളമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ചന്തയായിട്ട് വന്നപ്പോൾ ഈ പുറത്ത് ഈ 3 ആൾ ഇങ്ങനെ കച്ചവടം കണ്ടപ്പോഴേ അതൊന്നും എടുക്കാന്ന് വെച്ച്. നമ്മളെ പ്രവാസികളുണ്ട്, അവർക്ക് വലിയ സംഭവമാണ്. നാട്ടുകാരായ നമുക്ക് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ പ്രവാസികൾക്ക് അവനവൻ്റെ നാട്ടിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണെന്ന് പലപ്പോഴും പറയലുണ്ട്. പ്രവാസികളെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാലേ.